കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഈ ലോകത്തുള്ള എല്ലാ ജീവികളും പ്രസവിക്കുമായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ എന്തോ കാര്യമായിട്ട് പറയണുണ്ട് പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. മസില് മാത്രമേ ഉള്ളൂ, ബ്രെയിൻ ഇല്ലാന്ന് തോന്നുന്നു. മണ്ടൻകുണ്ടയാ. കൊറേ പൊണ്ണത്തടിയൊക്കെ ഉണ്ടെങ്കിലും ആള് വെറും മണ്ണുണ്ണിയാ. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. ഒരു സംശയമില്ല, അയാൾ ഒരു ആനമണ്ടൻ തന്നെ. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ എന്തോര് പറഞ്ഞേ? സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഒരു നല്ല നമ്പർ ഓഫ് സ്ത്രീകളുടെ ലേബറിലും ഡെലിവറിയിലും എനിക്ക് ഈ സ്ത്രീകളുടെ കൂടെ ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. കേട്ടോ, ഇതുവരെ ഒരു സ്ത്രീയും വളരെയധികം എൻജോയ് ചെയ്ത് ലേബർ ചെയ്യുന്നതോ ഡെലിവറി ചെയ്യുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്, ഒന്ന് ചൊറിഞ്ഞേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ നമ്മുടെ അരികുത്തലിന്റെ കാര്യം, സർവൈവ് ചെയ്താലല്ലേ അരികുത്താൻ പറ്റും. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. പറ്റുന്ന പണിക്ക് പോയാ പോരെ. പിന്നെ ഡെലിവറി കഴിഞ്ഞ് പോയി അരി കുത്തുന്നത് അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ ഒരു സ്ത്രീയും ഡെലിവറി കഴിഞ്ഞതല്ലേ അന്നാ കുറച്ച് അരി കുത്തിയേക്കാം എന്ന് വിചാരിക്കില്ല. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ച്. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ആര് പറഞ്ഞു? ആരാ പറഞ്ഞു? ഈവൻ ഞാനാ? ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ കൊച്ചു കാര്യങ്ങളിലൊക്കെ ഇത്രയും സുരക്ഷ കൊടുത്തു വരുന്നുണ്ട്. ഇവിടെ ശിശുമരണ നിരക്ക് നാച്ചുറലി കുറവായിരുന്നു. നീയാണല്ലോ കോടതി ഓടാമേര്. താങ്കൾ പറഞ്ഞു ലേബർ ഒരു എൻജോയ്മെന്റ് നിറഞ്ഞ പ്രോസസ് ആണെന്ന്. പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഇത്ര ആധികാരികമായി പറയുന്നത് ഒന്നാമത്തെ ശരിയല്ല. എന്താണ് നിനക്ക് തീരെ വെളിവില്ലേ? ഒരു സാമാന്യ ബോധമെങ്കിലും കാണിക്കണ്ടേ? ചുമ്മാ പറയിപ്പിക്കാനായിട്ട്. ഇതുപോലൊരു ഊളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആസ് എ മദർ ആൻഡ് ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഒരു നല്ല നമ്പർ ഓഫ് സ്ത്രീകളുടെ ലേബറിലും ഡെലിവറിയിലും എനിക്ക് ഈ സ്ത്രീകളുടെ കൂടെ ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു സ്ത്രീയും വളരെയധികം എൻജോയ് ചെയ്ത് ലേബർ ചെയ്യുന്നതോ ഡെലിവറി ചെയ്യുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പോയി ചത്തുടടാ. ഇത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ ഓർത്തോ? അവന്റെ ഒരു ഒടുക്കലത്തെ ഐഡിയ.